أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتل عليهم نبأ إبراهيم إذ قال لأبيه وقومه ما تعبدون قالوا نعبد أصناما فنظل لها عاكفين قال هل يسمعونكم إذ تدعون أو ينفعونكم أو يضرون قالوا بل وجدنا آباءنا كذلك يفعلون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കരുണാമയനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും കൽപ്പനകളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ള ജീവിതം നയിക്കണമെന്ന് ആമുഖമായി സ്വന്തത്തോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ നിങ്ങളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായം സൂറത്ത് ശുഅറായിലുള്ള ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സംസാരിച്ചു വന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില ആമുഖങ്ങളാണ്. നമുക്കറിയാം, ആദർശ പ്രബോധന രംഗത്ത് വിശ്വാസികൾക്ക് എക്കാലത്തും മാതൃകയായ ഒരു പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഏകദേശം 4000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് അങ്ങകലെ ഇറാഖിലെ ബാബിലോണിയയിലെ മെസപ്പൊട്ടോമിയൻ നഗരത്തിലെ ഊർ പട്ടണത്തിൽ ആസറിന്റെ മകനായിക്കൊണ്ട് ജനിച്ച ഇബ്രാഹിം നബി വളർന്നു വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. ധാർമ്മികമായി, സാംസ്കാരികമായി, വിശ്വാസപരമായൊക്കെ അങ്ങേയറ്റം അധപ്പതിച്ച ഒരു വിഭാഗം ആളുകളാണ്. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു അവന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി പ്രവാചകനായിക്കൊണ്ട് നിയോഗിക്കുന്നത്. ആ ഇബ്രാഹിം നബിയുടെ പേര് വിശ്വാസികളെ കൊണ്ട് ഒരു ദിവസത്തിൽ തന്നെ ഒരുപാട് തവണ അള്ളാഹു പറയിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യ ആയുസ് എടുത്ത് പരിശോധിക്കുമ്പോൾ അനേകായിരം തവണ പേര് പറയുന്ന ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ 5 നേര നമസ്കാരങ്ങളിൽ നിർബന്ധമായും ഐച്ഛിക നമസ്കാരങ്ങളിൽ വേറെയും അല്ലാഹു ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽ ജനിച്ച മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പേര് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബിക്ക് കമാ ബാറക്കത്ത അലാ ഇബ്രാഹിം നബിക്ക് അള്ളാഹു ബർക്കത്ത് ചൊരിഞ്ഞതുപോലെ മുഹമ്മദ് നബിക്ക് ബർക്കത്ത് ചൊരിയണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്തുകൊണ്ട് ഇബ്രാഹിം നബിയുടെ പേര് ഇങ്ങനെ വിശ്വാസികളെ കൊണ്ട് അള്ളാഹു ആവർത്തിച്ച് പറയിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടുന്ന എല്ലാ ഗുണങ്ങളും ഇബ്രാഹിം നബിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയും നല്ല ഒരു വ്യക്തിത്വത്തെ വിശ്വാസികൾ സദാസമയം ഓർക്കണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഇബ്രാഹിം നബി നല്ല ഭക്തിയുള്ള, നല്ല തഖ്വയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അതേ പ്രകാരം സന്മാർഗനിഷ്ഠ, ഏക ദൈവാരാധന, തൗഹീദ്, വിശ്വാസം, കർമ്മം, അതിലുപരി സൃഷ്ടാവിനോടുള്ള വിധേയത്വം എന്നിവ ഇബ്രാഹിം നബിയുടെ എടുത്തു പറയേണ്ട ചില ഗുണങ്ങളാണ്. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ
ആ കൽപ്പനക്ക് മുമ്പിൽ തൻ്റെ ഇഷ്ടങ്ങളോ തൻ്റെ കുടുംബങ്ങളുടെ ഇഷ്ടങ്ങളോ നാട്ടുകാരുടെ ഇഷ്ടങ്ങളോ അല്ല പ്രഥമമായി പരിഗണിക്കേണ്ടതെന്നും അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിലാക്കുകയാണ് വേണ്ടത് എന്നും ഒരു ഉറച്ച ദൃഢമായ ഈമാൻ ഇബ്രാഹിം നബിക്കുണ്ടായിരുന്നു. ആ ഇബ്രാഹിം നബി പ്രബോധനം തുടങ്ങുന്നത് നമുക്കറിയാം. ചരിത്രങ്ങളെ പരിശോധിക്കുമ്പോൾ പ്രധാനമായും 2 ഘട്ടങ്ങളിലൂടെ ഇബ്രാഹിം നബിയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഒന്ന് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പ്രാദേശിക ഘട്ടമാണ്. അഥവാ ജനിച്ചു വളർന്ന നാടും കുടുംബവും അടങ്ങുന്ന ഇറാഖ്, ആ ഇറാഖിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രബോധന പ്രവർത്തനങ്ങളാണ്. രണ്ടാമത്തെ നമുക്കറിയാം രാഷ്ട്രാന്തരീയമായ ഘട്ടമാണ്. അഥവാ ഇറാഖിനെ വിട്ടുകൊണ്ട് ഇബ്രാഹിം നബി ഈജിപ്ത്, സിറിയ, ഫലസ്തീൻ എന്നീ രാജ്യങ്ങളും അറേബ്യൻ മരുഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലൂടെയും ചുറ്റി നടന്ന് അള്ളാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്യുകയും ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബിയുടെ വലിയൊരു ഗുണമായി പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇബ്രാഹിം നബിയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ഇബ്രാഹിം നബി തുടങ്ങേണ്ടിടത്ത് നിന്ന് തുടങ്ങി എന്നുള്ളതാണ്. എവിടെങ്കിലും പോയിട്ടല്ല. നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ദൈവത്തിന് വേണ്ടിയിട്ട് ആളുകള് 40ഉം അതേപ്രകാരം 50ഉം 2 മാസം 3 മാസം ഒക്കെ ദൈവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാട് വിട്ടു പോവാറുണ്ട്. അതിനവര് പറയുന്ന പേര് തബ്ലീഗ് എന്നാണ്. എത്തിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. സ്വന്തം നാട്ടിലുള്ള തബ്ലീഗിനെ കുറിച്ച് അവർ വിസ്മരിച്ചു പോകാറാണ് പലപ്പോഴും പതിവ്. എന്നാൽ ഇബ്രാഹിം നബി ആദ്യം തുടങ്ങിയത് സ്വന്തം വീട്ടിൽ നിന്നാണ്. അല്ലാഹ് പറഞ്ഞു, ഈ ഒരു സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞതുപോലെ 5000-ഓളം ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു നാട്ടിൽ നിന്ന് മനുഷ്യനിർമ്മിതമായ ഒരു ആരാധ്യ വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു രൂപത്തിന്റെ മുമ്പിൽ പോലും ചെറുപ്പത്തിലാകട്ടെ ഇബ്രാഹിം നബി ഒന്ന് കുമ്പിടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അത് പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേകമായ സവിശേഷതയാണ്. അവരെ അത്തരം ദുരാചാരങ്ങളിൽ നിന്ന്, പിന്നീട് ആളുകൾ അവരെക്കുറിച്ചൊരു മോശം അഭിപ്രായം പറയുന്നതിൽ നിന്ന് അള്ളാഹു പ്രവാചകന്മാരെ മുഴുവനും സംരക്ഷിച്ചു പോന്നിട്ടുണ്ട്. നമുക്കറിയാം, പ്രവാചകന്റെ കാലത്ത് നടക്കുന്ന ഒരു ഉത്സവത്തില് കുട്ടിയായിരിക്കെ പ്രവാചകനെ ആളുകൾ പങ്കെടുപ്പിച്ചു. ആ പങ്കെടുപ്പിച്ച ഉത്സവത്തിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്ന് നിമിഷ നേരം കൊണ്ട് പ്രവാചകൻ ബോധം കെട്ട് വീഴുന്നൊരവസ്ഥ ഉണ്ടായി. അഥവാ നാട്ടിൽ നടക്കുന്ന ആ ഉത്സവങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹു സംരക്ഷിച്ചു മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്തുണ്ടാകുമെന്ന് വെച്ചാൽ, അന്നെ ഞങ്ങൾക്കറിയാം, ഈ പണ്ടതിനൊക്കെ കൂടിയ ആളല്ലേ ഇനിയോ എന്ന് ചോദിച്ച ആളുകൾ പറയാറുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ദൈവത്വമായിട്ട് ഇറങ്ങുമ്പോൾ ആളുകൾ പറയും, ഓൻ എത്ര പറഞ്ഞാലും ഓൻ എന്താന്നുള്ളത് നമ്മക്ക് അറിയാവുന്ന. പഴയ കാലം മനുഷ്യന്മാര് ഒരിക്കലും മറക്കൂല. ചെയ്തു പോയ പ്രവർത്തനങ്ങൾ അള്ളാഹു പൊറുത്താലും മനുഷ്യന്മാർ പൊറുക്കൂല. അങ്ങനെയാണ് നാട്ടിന്റെ അവസ്ഥ. ഞാൻ പറയുന്നത്, ഇബ്രാഹിം നബിയെ ഇത്തരം സംവിധാനങ്ങളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു സംരക്ഷിച്ചു പോന്നു. അങ്ങനെ എല്ലാ നിലക്കും ഒരു സംരക്ഷണ കവചം അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, ലോകാവസാനം വരെ ഓർക്കപ്പെടേണ്ടുന്ന ഒരു മഹാവ്യക്തിത്വമാണ് ഇബ്രാഹിം നബി. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബിയെ കുറിച്ച് ആളുകൾക്കൊന്നും ഒരു നെഗറ്റീവ് ആയത് പറയാനില്ല. ഞാൻ പറഞ്ഞതുപോലെ തുടങ്ങേണ്ടിടത്ത് നിന്നാണ് ഇബ്രാഹിം നബി തുടങ്ങിയത്. ഞാൻ പറഞ്ഞല്ലോ, നാട്ടിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ്, ബഹുദൈവാരാധനയാണ്. ആ ബഹുദൈവാരാധന കൊടികുത്തി വാഴുന്ന സ്ഥലത്ത്, അതിന്റെ പരിസരങ്ങളിൽ എല്ലാത്തരം വേണ്ടാത്തരങ്ങളും ഉണ്ടാവും. എല്ലാത്തരം വേണ്ടാത്തരങ്ങളും. അത്തരം ഉത്സവ
സ്ഥലങ്ങളിലാണ്, പരിസര പ്രദേശങ്ങളിലാണ് വ്യഭിചാരം കൊടികുത്തി വാഴുന്നത്. അപ്പൊ നമുക്കറിയാം, അടുത്ത ജില്ലയിൽ തൃശ്ശൂര് നടക്കുന്ന ഒരു പൂരവുമായി ബന്ധപ്പെട്ട് ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ, തൊട്ടപ്പുറത്ത് ഉത്സവം നടക്കുന്നു, അതിന് തൊട്ടിപ്പുറത്ത് ഒരു ബിൽഡിങ്ങിന്റെ ചെരുവിൽ യുവതി യുവാക്കൾ അവരുടെ കാമകേളികൾ നടത്തുന്നു. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് ഇയാൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞത്, ഏതൊരു ഈ ശിർക്ക് കൊടികുത്തി വാഴുന്ന സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ് വ്യഭിചാരം, പലിശ, അതേപ്രകാരം മദ്യമയക്ക് മരുന്ന് മാഫിയകൾ പിടിച്ചുപറി മറ്റ് അനാശാസ്യ പ്രവണതകളൊക്കെ നടക്കുന്നത് അത്തരം കേന്ദ്രങ്ങളിലാണ്. അത് അവിടെ മാത്രമൊന്നല്ല, അത് മുസ്ലിങ്ങൾ നടത്തുന്ന ജാറ കമ്മിറ്റിന്റെ അടുത്താണെങ്കിൽ നടക്കും. നമുക്കറിയാമല്ലോ, അടുത്ത കാലത്താണ് മമ്പുറത്ത് നിന്നൊരു ടീമിനെ പോലീസ് പിടിച്ചത്. കാരണം അങ്ങനത്തെ സ്ഥലങ്ങളിൽ ആളുകൾക്ക് ധൈര്യമാണ്, അവിടെ എന്തായാലും ഒരു പോലീസ് ചെക്കിങ് വരില്ല എന്നുള്ളത്. അങ്ങനെയാണ്ട് വിട്ടുപോയാല് നമുക്കറിയാം, ഏർവാടിയാകട്ടെ, അജ്മീർ ആകട്ടെ, അതുപോലുള്ള കേന്ദ്രങ്ങളും ആ കേന്ദ്ര പരിസരങ്ങളിലുമൊക്കെ നടക്കുന്നത് ഇത്തരം മദ്യമയക്ക് മരുന്ന് മാഫിയകളുടെ വിളയാട്ടമാണ്, അനാശാസ്യ പ്രവർത്തനങ്ങളാണ്. ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഇബ്രാഹിം നബിയുടെ കാലത്തും നടക്കുന്നുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഇബ്രാഹിം നബി അള്ളാഹ് സംരക്ഷിച്ചു പോന്നിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവണതകൾക്ക് പരിഹാരമെന്ത്? ആ പരിഹാരമാണ് വിശ്വാസപരമായ സംസ്കരണം എന്ന് പറയുന്നത്. അതാണ് ആദ്യം വേണ്ടത്. അതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും വന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരാളും ഇല്ല എന്നുള്ള കലിമത്ത് തൗഹീദാണ് ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ എല്ലാവരും ആദ്യമായും പ്രധാനമായും പ്രഥമമായും ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് സാമ്പത്തികമായ ക്രമക്കേടുകൾ എമ്പാടും നടക്കുന്നുണ്ട്. ആ സമയത്ത് സാമ്പത്തികമായ ഇടപാടുകളെ കുറിച്ചല്ല പറഞ്ഞത്, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യാനാ പറഞ്ഞത്. ലൂത്ത് നബിയുടെ കാലം നമുക്കറിയാം, ആണും തമ്മിൽ വിവാഹം കഴിക്കുന്ന, ലൈംഗികമായി ബന്ധപ്പെടുന്ന ലൂത്തിസം നടക്കുന്ന കാലഘട്ടമാണ്. അവിടെ ലൂത്ത് നബി വന്ന് പറഞ്ഞത് ഈ പ്രവർത്തനങ്ങൾ നിർത്തണമെന്നല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ഏകദൈവ ആരാധനയുടെ പ്രസക്തിയും അതിന്റെ പ്രാധാന്യവും വിശ്വാസ രംഗത്തുള്ള പരിശുദ്ധിയും അവർ പറഞ്ഞു പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ വന്ന കാലഘട്ടത്തെ കുറിച്ച് നമുക്കറിയാം, ജാഹിലിയത്ത് എന്നാണ് നമ്മൾ പൊതുവെ പറയപ്പെടാറുള്ളത്. എന്ന് പറഞ്ഞാൽ യുദ്ധം, അതേപ്രകാരം വ്യഭിചാരം, മദ്യപാനം എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഇതാമിത്തു ഫദുഫന്നി ഇലാ ജംബി കർമത്തി തുറവി ഇലാമി ബഅദ മൗതി റുഖുഹ, ഞാൻ മരിച്ചാൽ എന്നെ ഒരു മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി മറമാടണം. അതെന്തിനാ? മരണശേഷം എനിക്ക് മദ്യം ആസ്വദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ വേരിൽ നിന്ന് ഉറ്റി വീഴുന്ന ജലാംശമെങ്കിലും എനിക്കൊരു ആശ്വാസം, എന്റെ എല്ലുകൾക്ക് ഒരു നനവ് നൽകിയാൽ അതെനിക്കൊരു ആശ്വാസമാണ് എന്ന് പറഞ്ഞ് അത്രത്തോളം മദ്യത്തിലും മദിരാക്ഷിയിലും മുങ്ങിയിരുന്ന ആ സമൂഹത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദ്യപിക്കരുത് എന്നല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണല്ലോ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, പ്രവാചകൻ വന്നുകൊണ്ട് ഈ ജനങ്ങളോട് ആദ്യമായി പറഞ്ഞ് നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നായിരുന്നെങ്കിൽ ഒരിക്കലും അന്നത്തെ കാലത്തുള്ള ആളുകൾ ആ വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കില്ലായിരുന്നു. നമ്മൾ ദാഹിച്ചാൽ വെള്ളം കുടിക്കുമ്പോ അവർ കുടിച്ചത് മദ്യമാണ്, നല്ല വീഞ്ഞികളാണ്. അവരോട് നിങ്ങൾ മദ്യപിക്കരുതെന്ന് പറഞ്ഞാൽ ആ സമൂഹം മാറില്ലായിരുന്നു. ആയിഷ ബീവി പറയുന്നു, അതിന് പകരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ ആദ്യമായി സംസ്കരിച്ചത് വിശ്വാസപരമായി കൊണ്ടാണ്. ആ വിശ്വാസം അല്ലാഹുവിന്റെ പ്രവാചകൻ ആളുകളുടെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറ്റിയപ്പോ ആ വിശ്വാസത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ എന്താണെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങി. അതങ്ങനെ തന്നെയാണ് ഏതൊരു കാര്യവും. ഒരു അധാർമികത ചെയ്യുന്ന ഒരുത്തന് ശരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് തലച്ചോറ്റിലേക്കായിട്ട് കയറിയാൽ, അവിടെ വായുസഞ്ചാരമുണ്ടായാൽ, അവിടെയുള്ളത്
നനവുള്ള വറ്റാണെങ്കിൽ സ്വാഭാവികമായും അത്തരത്തിലുള്ള എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ ആ ഒരു മനുഷ്യന് സാധിക്കും. അതങ്ങനെയാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഒരാൾക്ക് ഈ ഒരു വിശ്വാസത്തിലേക്ക്, ഹിദായത്തിലേക്ക് വെളിച്ചം നൽകിയാൽ അതുകൊണ്ട് കിട്ടാൻ പോകുന്ന പ്രതിഫലവും ആയിഷ ബീബി തന്നെ പറഞ്ഞു. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലി അലിയൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലിയോട് പറഞ്ഞു, ഫവല്ലാഹി ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൻ ലക മിൻ ഹുമുരിൻ നഅമി. നീ മുഖേന ഒരാൾ ഹിദായത്തിലേക്ക് വരികയാണെങ്കിൽ നിനക്ക് ഒരു ചുവന്ന ഒട്ടകത്തെ കരസ്ഥമാക്കുന്നതിനേക്കാളേറെ നല്ലതാണ് ആ ഒരാളുടെ ഹിദായത്ത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കണം. അതെന്തായി ചുവന്ന ഒട്ടകം എന്ന് പറയാൻ കാരണം? അക്കാലത്ത് ഏറ്റവും മാർക്കറ്റിൽ വിലപിടിപ്പുള്ള അന്നത്തെ വാഹനമാണ് ചുവന്ന ഒട്ടകം. അതിന്റെ ഒരു മാർക്കറ്റ് റേറ്റ് വേറെ തന്നെയാണ്. അത്രയും വലിയ വിലപിടിപ്പുള്ള ഒരു വാഹനം സ്വന്തമാക്കുന്നതിനേക്കാൾ നല്ലത് നീ മുഖേന ഒരാൾ ഹിദായത്തിലേക്ക് വരികയാണ് എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്. അലി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പൊ നമുക്കറിയാം, ഈ ഒരു ഉത്തരവാദിത്വം ഇബ്രാഹിം നബിയുടെ കാലശേഷം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലശേഷം സഹോദരങ്ങളെ നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമാണ്. അതാണ് ഇബ്രാഹിമിലുള്ള നമുക്കുള്ള മാതൃക. സമൂഹം തിന്മ ചെയ്യുമ്പോ, അരാജകത്വത്തിലേക്ക് നടന്നെടുക്കുമ്പോ, കൗമാരവും യുവത്വവും നവലിബറലിസത്തിലേക്കും അതേപ്രകാരമുള്ള ദുരാചാര ചിന്താകളിലേക്ക് കടന്നു പോകുമ്പോ ആ സമൂഹത്തെ, ആ തലമുറയെ മെല്ലെ നേരിന്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് ലോകത്ത് ലഭിച്ചേക്കാവുന്ന ഏറ്റവും വലിയ ഒരു മുന്തിയ വസ്തു, മാർക്കറ്റിൽ ഇറങ്ങാനിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു വാഹനം നമ്മൾ ആരെങ്കിലും ബുക്ക് ചെയ്ത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൗല് പ്രകാരം അള്ളാഹിന്റെ പ്രവാചകൻ പഠിപ്പിക്കാൻ എന്തറിയോ? ആ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കുന്നതിനേക്കാൾ നല്ലത് നീ മുഖേന എന്റെ ക്ഷണം കൊണ്ട്, എന്റെ വർത്തമാനം കൊണ്ട്, എന്റെ ഒരു പോസ്റ്റർ കൊണ്ട്, ഒരു നോട്ടീസ് കൊണ്ട്, ഞാനൊരു മെസ്സേജ് അയച്ചത് കൊണ്ട് ഒരിക്കലും ഒരുത്തിന് ഹിദായത്ത് കിട്ടാനാണ്. അതാ അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞത് അതാണ് ഏറ്റവും നല്ലത്. ആ ഒരു ദൗത്യം പ്രായമുള്ളവർ ഏറ്റെടുക്കണം, യുവാക്കൾ ഏറ്റെടുക്കണം, കൗമാരക്കാരെ ഏറ്റെടുക്കണം. എങ്കിലും സഹോദരങ്ങളെ, വിശ്വാസ രംഗത്തുള്ള ആ ഒരു അധാർമികതകളെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. ഈ ഒരു പണി ആദ്യം ചെയ്ത ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് എന്താ? നിങ്ങള് ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തിലൂടെ അള്ളാഹ് പഠിപ്പിക്കുന്നു, വത്ലു അലൈഹിം നബഅ ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ വൃത്താന്തം നിങ്ങൾ ഓർക്കണം, നീ അവർക്ക് പാരായണം ചെയ്ത് കൊടുക്കണം. അള്ളാഹുവിന്റെ പ്രവാചകന് ആയത്തിറങ്ങുകയാണ്. എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനങ്ങളോടും തന്റെ പിതാവിനോടും പറഞ്ഞു, മാ തഅബുദൂന, നിങ്ങൾ എന്തിനെയാണ് ഈ ആരാധിക്കുന്നത്? മാ തഅബുദൂൻ, നിങ്ങൾ എന്തിനെയൊക്കെയാണ് ഈ ആരാധിക്കുന്നത്? ഖാലു, അവർ പറഞ്ഞു, നഅബുദു അസ്നാമൻ ഫനളല്ലു ലഹാ ആകിഫീൻ, ഞങ്ങൾ അതിന്റെ മുമ്പിൽ വചനമിരിക്കുന്നത് ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിലാണ്. ഖാല ഹൽ യസ്മഊനകും ഇദ് തദഊൻ, നിങ്ങൾ ഈ വചനമിരിക്കുന്ന, നിങ്ങൾ മുഴുവൻ സമർപ്പിക്കുന്ന ഈ വിഗ്രഹങ്ങളുണ്ടല്ലോ, ആ രൂപങ്ങളുണ്ടല്ലോ, അവർക്ക് വല്ലതും കേൾക്കാൻ സാധിക്കുമോ? ഇത് യൻഫഊനകും ഇദ് തദഊന ഔ യൻഫഊനകും ഔ യളുറൂൻ, അതുമല്ല നിങ്ങൾക്ക് വല്ല ഉപദ്രവം വരുത്തി വെക്കാൻ, നിങ്ങൾക്ക് വല്ല ദുർറും ബാധിക്കുമ്പോ നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ ഈ വിഗ്രഹങ്ങൾക്ക് സാധിക്കുമോ എന്ന് ഇബ്രാഹിം നബി ചോദിച്ചു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ ജിബ്രീൽ മുഖേന അള്ളാഹു പഠിപ്പിക്കാണ്, ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും വേണ്ടിയിട്ട്. കണ്ടോ, ഇബ്രാഹിം നബിയുടെ പ്രബോധനം അതാണ്. ആ ദൗത്യമാണ് ഇബ്രാഹിം നബി ഏറ്റെടുത്തത്. എന്ത്? നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന വസ്തുക്കൾ ഉണ്ടല്ലോ, അവരൊന്നും കേൾക്കൂലട്ടോ. ഇനി കേട്ടാൽ തന്നെ യാതൊന്നും ഉത്തരം ചെയ്യാനും അവർക്ക് സാധ്യമല്ല. ഇത് പറഞ്ഞപ്പോ അവരുടെ മറുപടി എന്താന്ന് അറിയങ്ങള്? ആ 4000 വർഷങ്ങൾക്ക് മുമ്പ്
ഇബ്രാഹിം നബിയോട് അക്കാലത്തുള്ള ആളുകൾ പറഞ്ഞ അതേ മറുപടി ഈ AI യുഗത്തിലും വർത്തമാനകാല സാഹചര്യത്തിലും 2025-ലും നമ്മൾ കേൾക്കാറുണ്ട്. ആ കേൾക്കാറുള്ള വാക്യം എന്താണെന്ന് അറിയുമോ? ഖാലൂ ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ. ഞങ്ങളുടെ പിതാക്കൾ, ഞങ്ങളുടെ വാപ്പ ഉപ്പാപ്പ കാരണവന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതേ പ്രകാരം ഞങ്ങളും ചെയ്യുന്നു. ആ വാപ്പ ഉപ്പാപ്പ കാരണവന്മാരൊക്കെ നരകത്തിലേക്കാണെങ്കിൽ ഞങ്ങളും നരകത്തേക്ക് പോയിക്കോട്ടെ എന്നർത്ഥം. ഇതല്ലേ നമ്മൾ കേൾക്കാറുള്ളത്. അപ്പൊ ഇബ്രാഹിം നബിയുടെ വൃത്താന്തം വാർത്ത നീ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അഥവാ ഈ ഉമ്മത്തിനോട് അള്ളാഹു പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ വലിയൊരു ഗുണപാഠമാണ് വിശ്വാസികളായ ആളുകൾക്ക് ഇബ്രാഹിം നബിയുടെ ആ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ പരിഹാരം എന്തുള്ളൂ അറിയോ? ജനങ്ങൾ വഴിതെറ്റി പോകുമ്പോ അതിനുള്ള പരിഹാരം ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാ, ജനങ്ങളുടെ സദാചാരം കൽപ്പിക്കുക എന്നുള്ളതാ. ഇപ്പൊ നമുക്കറിയാമല്ലോ, ആധുനിക കാലഘട്ടത്തിലെ വിദ്യാർത്ഥി സമൂഹം എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും മുമ്പിൽ വലിയ ഫ്ലക്സ് വെക്കുക. എന്ത്? സദാചാരം പഠിക്ക് പുറത്ത്. ഇപ്പൊ തുടങ്ങാൻ പോവുക. ജൂൺ മാസം ആദ്യ വാരമാകുമ്പോഴേക്ക് ഫ്ലക്സുകൾ വരും. ഇങ്ങനെയായിരിക്കുന്നു നമ്മുടെ വലിയ വളർന്നു തലമുറ. സദാചാരം പഠിക്ക് പുറത്ത്, അഥവാ ഗേറ്റിന്റെ ഉള്ളിലേക്ക് സദാചാരം കൊണ്ടൊന്നും വരണ്ട, ഞങ്ങൾക്ക് തോന്നിയതൊക്കെ ഞങ്ങൾ ഇവിടെ കാട്ടിക്കൂട്ടും, എന്റെ ബോഡി എന്റെ ചോയ്സ് ആണ്, ഇതെന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാവണം, ആർക്കൊക്കെ കിടന്നു കൊടുക്കണം, ആർക്കൊക്കെ തോണ്ടാനും പിടിക്കാനും കൊടുക്കണം, അതെന്റെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പസുകളിലേക്ക് വരാൻ കത്തിക്കുക. ഞാൻ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി വസലാത്തു വസ്സലാമിൽ നമുക്ക് ഉദാത്തമായ മാതൃകയുണ്ട്. ആ മാതൃക വിശ്വാസപരമായ സംസ്കരണമാണ്. ആളുകൾക്ക് ഇബ്രാഹിം നബിയുടെ ചരിത്രം അള്ളാഹു വീണ്ടും പഠിപ്പിക്കുന്നു. എന്താ? വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ഇബ്രാഹിം നബിയെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. ഏത് സമയത്തും അള്ളാഹു നമ്മളെ കൊണ്ട് ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, അദ്ദേഹം ഒരു സത്യസന്ധനായ പ്രവാചകനായിരുന്നു. ഇത് ഖാല ലി അബീഹി, അദ്ദേഹത്തിന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭമുണ്ട്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, എന്ത്? യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. സൂറത്ത് മറിയം 41-42 ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. എന്ത്? ഇത് ഖാല ലി അബീഹി, അദ്ദേഹത്തിന്റെ പിതാവിനോട് പറയുന്നു, യാ അബത്തി, അല്ല പിതാവേ, ലിമ തഅബുദു, നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? മാ ലാ യസ്മഉ വലാ യുബ്സിറു, കാണാനോ കേൾക്കാനോ കഴിയാത്ത ഈ വസ്തുക്കളോട് ഇനി കണ്ടാലും കേട്ടാലും നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ആ ശിർക്കിന്റെ പൊട്ടത്തരത്തെ ഇബ്രാഹിം നബിയുടെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം. അവിടെയും പറഞ്ഞു, വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, ഈ കിതാബിൽ ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ഓർക്കണം. എന്താ പറഞ്ഞത്? സ്വന്തം പിതാവിനോട്. അതാ ഞാൻ തുടങ്ങി. നാട്ടിലും അന്യനാട്ടിലും മറുനാട്ടിലും പോയിട്ട് തബ്ലീഗ് നടത്താനല്ല, മറിച്ച് സ്വന്തം നാട്ടിൽ സ്വന്തം പിതാവിനോട്, സ്വന്തം മാതാവിനോട്, സ്വന്തം ഭാര്യയോട്, മക്കളോട് പറയാൻ മടിച്ചിട്ട്, അല്ലേ, പറഞ്ഞാൽ എന്താകുമെന്ന് എനിക്കറിയില്ല എന്ന് പേടിച്ച് ഭയപ്പെടുന്നവർക്ക് ഇബ്രാഹിം നബിയിൽ എന്ത് മാതൃകയുണ്ട്? എന്നാൽ ഇബ്രാഹിം നബിയുടെ മാതൃക സ്വന്തം പിതാവിനോട് പറയലാണ്, മാതാവിനോട് പറയലാണ്. നിങ്ങൾക്കറിയുമോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് തുഫൈൽ ഇബ്നു അംർ ദൗസി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മക്കയിലേക്ക് വ്യാപാരാവശ്യാർത്ഥം വരികയാണ്. ആ വന്ന മനുഷ്യനോട് കുറേശ്ശികൾ പറഞ്ഞു, അല്ലെങ്കിലും അതങ്ങനെ ചില ആൾക്കാരുണ്ട്, പണക്കാരൻ മുഴുവൻ ഒരാൾ കൂട്ടര് ചാക്കിലാക്കി വെക്കണ സ്വഭാവം, അല്ലേ? നാട്ടിൽ എവിടെയെങ്കിലും പണക്കാരുണ്ടോ അവർ നമ്മുടെ പാർട്ടിക്കാരായി മാറും. സ്വാഭാവികമായിട്ടും ശൈഖുനമാർ അവിടെ വന്നിട്ട് അയാളൊന്ന് സോപ്പിട്ട് ഒരു പരിപാടിക്ക് വിളിച്ച് പിന്നെ അങ്ങനെ ആക്കി മാറ്റിയ തുഫൈൽ ഇബ്നു അംർ ദൗസിന്റെ അടുത്ത് ഖുറൈശി പ്രമുഖന്മാർ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ദാ മുഹമ്മദ് എന്ന ഒരാളുണ്ട്, അയാളൊരു പുതിയ വാദറ്റ് ഒന്നാണ്,
അതെന്താ? നമ്മളെ വാപ്പപ്പാപ്പ കാരണവന്മാർക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഔലിയാക്കളെയും അമ്പിയാക്കളെ കുറ്റം പറയുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങൾ പറയണ വാക്ക് കേൾക്കാൻ പാടില്ല ട്ടോ. ഇതാണ് അഡ്വൈസ്. തുഫൈൽ ഇബ്നു അംർ ദൗസി ഇവരുടെ വാക്കുകളെ വകവെക്കാതെ പ്രവാചകൻ സന്നിധിയിൽ വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ക്ലാസുകൾ കേട്ടു, അദ്ദേഹം പഠിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, അർസിൽനി ദാഇയൻ ഇലാ ഖൗമി, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്നെ എന്റെ ഉമ്മത്തിലേക്ക്, സമുദായത്തിലേക്ക്, നാട്ടിലേക്ക്, കുടുംബത്തിലേക്ക്, ഗോത്രത്തിലേക്ക് എന്നെ ദായിയായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നിയോഗിക്കണം, നിയമിക്കണം. ദായി എന്ന് പറഞ്ഞാല് അവനും പഴം കോച്ചുന്ന പരിപാടിയല്ല. മനസ്സിലാക്കിയ ഹക്ക് സ്വന്തം കുടുംബത്തോട് പോയി പറയലാണ്. പറയുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകും, നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കും, മഹലിൽ നിന്ന് ബഹിഷ്കരിക്കും, ഇതൊക്കെ ഉണ്ടാകും. എന്നാലും പ്രവാചകനോട് പറയുന്നു, അർസിൽനി ദാഇയൻ ഇലാ ഖൗമി, എന്റെ കൗമിലേക്ക് പ്രവാചകരെ എന്നെ ദായി ആയിക്കൊണ്ട് നിയമിക്കണം. പ്രവാചകൻ അംഗീകാരം വേണം. പ്രവാചകൻ പറഞ്ഞില്ല, അതിനുള്ള ഇൽമൻക്കില്ല. ഇത് ഖുർആൻ 30 പഠിക്കണം, ബുഖാരി വായിക്കണം, അങ്ങനെയുള്ള എല്ലാ കിതാബും വായിച്ചിട്ട് ദഅവത്ത് മതി എന്നല്ല പ്രവാചകൻ പറഞ്ഞു. പോയിക്കോ, മനസ്സിലാക്കിയ കാര്യം തൗഹീദ് അവരെ പഠിപ്പിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആറ്റുന്ന് പോയിട്ട് ആദ്യം ചെന്നത് സ്വന്തം ഭാര്യന്റെ അടുത്തേക്കാ. ഭാര്യയോട് പറഞ്ഞതാ, ഞാൻ ഇവിടുന്ന് പോകുമ്പോഴുള്ള തുഫൈലല്ലപ്പോ, എന്റെ വിശ്വാസം മാറിയിട്ടുണ്ട്. ഞാനിതുവരെ വിളിച്ചാരാധിച്ചിരുന്ന മുഴുവൻ വിഗ്രഹങ്ങളെയും ഇതാ ഒഴിവാക്കിയിരിക്കുന്നു. ഏകനായ സൃഷ്ടാവ് എന്നെയും നിന്നെയും പടച്ച റബ്ബിനെ മാത്രമേ ഇനി മുതൽ ഞാൻ വിളിക്കുള്ളൂ. ആ വിശ്വാസത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റും, എനിക്ക് നിൽക്കാം. ഭാര്യനോട് പറഞ്ഞു, പോയി കുളിച്ചു വാ. അദ്ദേഹത്തിന്റെ വീട് കുളണ്ടായിരുന്നു, ആ കുളത്ത് പോയിട്ട് കുളിച്ചു വരാൻ പറഞ്ഞു. കുളിച്ചു വന്നിട്ട് തുഫൈൽ ഇബ്നു അംർ ദൗസി ഭാര്യക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. ചരിത്രത്തിലുള്ളതാ. ഒരാളായല്ലോ. പിന്നെ പോയത് ഉമ്മാന്റെ അടുത്തേക്ക. ഉമ്മനോടും പറഞ്ഞു, ഉമ്മ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഉമ്മ പറഞ്ഞു, ഞാൻ റെഡിയാണ്. പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ പോയത് വാപ്പാന്റെ അടുത്തേക്ക. വാപ്പയും പറഞ്ഞു, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാം. ആ വിശ്വാസം തിരക്കേടില്ലാൻ തോന്നുന്നുണ്ട്. നമ്മളെയും എല്ലാവരെയും പടച്ച റബ്ബിനെ, ഈ വിഗ്രഹത്തിന് മുമ്പില്ലല്ലോ, അവർക്ക് മുമ്പേയുള്ള നാഥനെ നമുക്കൊന്ന് വിളിച്ചൂടെ? ആകാശഭൂമികൾ സൃഷ്ടിച്ച നാഥനെ. വാപ്പ പറഞ്ഞു, സമ്മതിക്കാം. പിറ്റേ വർഷം അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് ഉംറ ചെയ്യാൻ വരുന്ന രംഗം വിശദീകരിക്കുന്ന ചരിത്രത്തില് 40 ആളും കൊണ്ടാണ് തുഫൈൽ ഇബ്നു അംർ ദൗസി ഉംറയ്ക്ക് വന്നത് എന്നാ. മനസ്സിലാവുണ്ടോ? അപ്പോ ഈ രൂപത്തിലാണ് കാര്യങ്ങൾ. ആ ഇബ്രാഹിമിൽ നിങ്ങൾ ഓർക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കണം. ആ ഒരു ഓർമ്മയാണ് സഹോദരങ്ങളെ ഈ ഖുതുബയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നാഥൻ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ അനുധാവനം ചെയ്യുന്ന നല്ല മുവഹിദീങ്ങളിൽ, മുസ്ലിമീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുഹൻ നാസ് തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത്, ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ വിശ്വാസികളായ ആളുകൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട് എന്നാണ്. ആദർശ വിഷയത്തിലും കുടുംബരംഗത്തും അതേപ്രകാരം സന്മാർഗത്തിലും ഭക്തിയിലും എല്ലാ നിലക്കും ഇബ്രാഹിമിൽ മാതൃകയുണ്ട്. ആ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ, മാർഗത്തെ സ്വീകരിച്ചുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക്, ഏകദേശം 4000 ചില്ലാനം ആളുകൾക്ക് ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി അവസരം കിട്ടിയിട്ടുണ്ട്. ഇബ്രാഹിം നബിയും കുടുംബവും കാണിച്ചു തന്ന ഒരു മാർഗമാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ. അതിൽ ഇബ്രാഹിം നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. ഏതായാലും കുറെ ആളുകൾ ഹജ്ജിന് പോകുമ്പോൾ നമ്മളോടൊക്കെ യാത്ര ചോദിച്ചവരുണ്ട്, യാത്ര ചോദിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ചിലരൊക്കെ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹജ്ജിന് വേണ്ടി അവസരം കിട്ടിയിട്ടുള്ള എല്ലാവർക്കും അള്ളാഹു മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരാനുള്ള സാഹചര്യവും അവസ്ഥയും ആഫിയത്തും ആരോഗ്യവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള വർഷങ്ങളിലെങ്കിലും ഹജ്ജ് എന്ന് പറയുന്ന മഹത്തായ കർമ്മത്തിന് സാക്ഷികളാകാനുള്ള അവസരം, സാഹചര്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ഒരുക്കി തരുമാറാവട്ടെ.
നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങളെ അള്ളാഹു മാറ്റി ഐശ്വര്യപൂർണ്ണമായ ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ, നാട്ടുകാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മയും അവർ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹിയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.